ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ കാരമൽ പുഡിംഗ് ഇല്ലേ, അതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, സ്റ്റാർട്ടിങ് തൊട്ട് ഫുള്ള് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കെറ്റിലാക്കിയതുകൊണ്ടാണോന്ന് അറിയില്ല, സംഭവം ഇതിൽ വർക്ക് ആയിട്ടില്ല. ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് നല്ല രീതിയിൽ കാരമലൈസ് ചെയ്യാൻ നോക്കിയതാ. ബട്ട് ഷുഗർ കുറച്ച് മെൽട്ടായി വരുമ്പോൾ താനെ കെറ്റിൽ താനെ ഓഫ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബ്രൗൺ കളർ വരുന്നവരെ നമുക്ക് കാരമലൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും ആ മെൽട്ടായ ഷുഗർ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഈ ബൺ കാരമൽ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ അടുത്തത് ബണ്ണ് വെച്ചൊരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഇവിടെ 2 ബണ്ണാണ് എടുക്കുന്നത്. ആൻഡ് 2 ബണ്ണും 2 മുട്ടയും പിന്നെ കുറച്ച് പാലും വാനില എസൻസും പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് നല്ല ടൈം നല്ല രീതിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ബാറ്ററി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ആ ബാറ്ററി ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ഷുഗറിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റ് അടുപ്പിച്ച് കെറ്റിൽ ആവിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ആവിക്ക് വെക്കുന്ന സമയത്ത് ഞാൻ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് ഹോൾസ് ആക്കിയിട്ട് അത് കവർ ചെയ്തിട്ടാണ് വെച്ചത്. എന്നിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ആവിക്കൊക്കെ. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫോർക്ക് എടുത്ത് കുത്തി നോക്കുന്ന സമയത്തിൽ അത്യാവശ്യം കുക്കായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ചൂട് തണിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ നോക്കുന്ന സമയത്തിൽ അത് മാറുന്നുണ്ടായിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ അത് കുറച്ച് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഞെട്ടിയത് എപ്പാന്ന് വെച്ചത് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കട്ടി കൂടി പോയത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. സോ അതെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വന്നു. കാരണം ടേസ്റ്റ് അത്യാവശ്യം വൃത്തിക്ക് വന്നിട്ട് അത് റെഡി ആയിട്ടില്ലല്ലോ. ബട്ട് എനിവേ സംഭവം കുറച്ച് ഫ്ലോപ്പ് ആയി പോയി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.